പത്രാർത്താസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 5. അപ്പം ഇന്നത്തെ പത്രത്തിനകത്തൊക്കെ കൂടുതലും വന്നിരിക്കുന്നത് നമ്മൾ ധവളപത്രം. വലിയ വിവാദമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ് ധവളപത്രം എന്നത്. അപ്പം അത് ഒരുപാട് പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും തമ്മിലുള്ള ഒരു വാക്പോരിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ധവളപത്രം എന്ന ഒരു വിഷയം. ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തിട്ടുള്ള വാർത്തയും അത് തന്നെയായിരുന്നു. ഇന്നലെ നിയമസഭയിൽ പൊരിഞ്ഞ അടി തന്നെ നടന്നു എന്ന് വേണം പറയാൻ ഈ ധവളപത്രവുമായി ബന്ധപ്പെട്ട്. എന്തായാലും ധവളപത്രം എന്തായാലും നടപ്പിലാക്കിയിട്ടുണ്ട്. അവർ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്നുള്ള ഒരിതാണ്. അതിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിലുള്ള ഉള്ളടക്കങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, ആശങ്കാജനകമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ധവളപത്രം വഴി നമുക്ക് മനസ്സിലായി. അതായത് കേരളത്തിന്റെ കടം ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ കടം കേരളത്തിനുണ്ട് എന്നുള്ള ഒരു പ്രതിപക്ഷത്തിനെതിരെ ഒരു വലിയൊരു ആരോപണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി. ഇപ്പോഴും ധവളപത്രം ഏകദേശം എനിക്ക് തോന്നുന്നു 4 തവണയാണ് ഇതുവരെ ഒരു മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം സമർപ്പിച്ചിട്ടുള്ളത്. അപ്പം 4 തവണയും മുൻപുള്ള രാഷ്ട്രീയ പാർട്ടി ഏതായിരുന്നു അവരെ താറടിക്കുന്ന രീതിയിലുള്ള ഇതായിരുന്നു എപ്പോഴും സ്വീകരിച്ചിരുന്നത്. അതിന് വലിയ മാറ്റമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ധവളപത്രം വന്നിരിക്കുന്നത്. ഏകദേശം 5 ലക്ഷം കോടി രൂപയുടെ കടമെന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കടമല്ല. അപ്പൊ ഈ കടം ഈ 5 വർഷ കാലയളവിനിടയിൽ നമ്മുടെ UDF ഗവൺമെന്റ് കൊടുത്തു തീർക്കുക എന്നുള്ളതും അവർക്ക് മുമ്പിലുള്ള വലിയൊരു കടമ്പ തന്നെയാണ്. നമ്മൾ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അവർക്ക് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും, കടം തീർക്കുക എന്നുള്ളത്. അപ്പം പെൻഷൻ പ്രായം അതുപോലെ കൂട്ടാൻ ശുപാർശയുണ്ട്. അപ്പം VD സതീശനാണെങ്കിൽ 6 തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ 6000 കോടി ലാഭിക്കാം എന്ന തരത്തിലാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. അപ്പോൾ അതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാരുടെ വിരമിക്കൽ പ്രായം 56-ൽ നിന്നും ഉയർത്തിയാൽ 6000 കോടി ലാഭിക്കാം. പങ്കാളിത്ത പെൻഷൻകാർക്ക് 60 അപ്പം അത്തരത്തിൽ കുറച്ച് നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആസൂത്രണ ബോർഡിനെ പുനഃക്രമീകരിക്കണം, സെക്രട്ടേറിയറ്റിൽ ഫയൽ ടൈം മാനേജ്മെന്റ് സംവിധാനം കൊണ്ടുവരണം. പിന്നെ മറ്റൊന്ന് GST വിപുലീകരിക്കാൻ പഠനം വേണം. അതുപോലെ KCB, വാട്ടർ അതോറിറ്റി, KSRTC എന്നിവ മെച്ചപ്പെടുത്താൻ പ്രത്യേക പഠനം. അപ്പം അതൊക്കെ ഒരു നല്ലൊരു നിർദ്ദേശം തന്നെയാണ്. അതുപോലെ ക്ഷേമ പെൻഷൻ വിതരണം ഷെഡ്യൂൾഡ് ബാങ്ക് വഴി നേരിട്ട് മാത്രമാക്കണം. മിക്കയിടത്തും സഹകരണ ബാങ്കുകളിൽ നിന്ന് നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ മറ്റൊന്ന് കൺസൾട്ടൻസി ഇടപാട് പരിശോധിക്കണം, കേന്ദ്രവുമായി നല്ല ബന്ധം പുനഃസ്ഥാപിക്കണം. പിന്നെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കലാക്കണം. നിലവിൽ സംസ്ഥാന ചെലവിന്റെ 3/4 പങ്കും അപഹരിക്കുന്നത് ശമ്പളവും പെൻഷനുമാണ്. അപ്പം അത്തരത്തിലൊരു നിർദ്ദേശവും കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ ആയിരിക്കണം. എന്തായാലും പ്രതിസന്ധി മറികടക്കാൻ എന്തായാലും ചുമ്മാ ചെറിയ മാറ്റങ്ങൾ പോരാ, വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതെല്ലാം മറികടക്കാൻ UDF VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇത് എങ്ങനെ മറികടക്കും, എങ്ങനെ ഈ കടമെല്ലാം തീർത്ത് കേരളത്തെ വീണ്ടും ഒരു പഴയ ഒരു രീതിയിലേക്ക് കൊണ്ടുവരും, സാമ്പത്തിക പ്രതിസന്ധി എല്ലാം മാറ്റി എങ്ങനെ കൊണ്ടുവരും എന്നതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അതെ, ഇനിയിപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ നിയമസഭയിൽ ലോക മഹായുദ്ധം എന്നുള്ള ഒരു തലക്കെട്ടോടുകൂടിയാണ്. അതായത് സോവിയറ്റ് യൂണിയനെയും സ്റ്റാലിനെയും ഹിറ്റ്ലറെയും സഭയിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും എന്നുള്ളൊരു തലക്കെട്ടോടുകൂടിയാണ് മാതൃഭൂമിയിൽ ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് നയപ്രഖ്യാപനത്തിന്റെ നന്ദി പ്രമേയ ചർച്ചയിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ വാക്പോര്. ധവളപത്രത്തിന്റെ പേരിൽ ഉമ്മാക്കി പ്രയോഗം മുതൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന ഡീൽ ആരോപണം വരെ വാദപ്രതിവാദങ്ങളായി സഭയിൽ ഉയർന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അതുപോലെ കടലാസ് എഴുതി തയ്യാറാക്കി എടുത്തപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പ്രത്യേകം തയ്യാറാക്കിയ കുറിപ്പുകളൊന്നും ഇല്ലാതെയാണ് 1.25 മണിക്കൂറുകളോളം സംസാരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്നലെ രൂക്ഷമായ വാക്പോര് തന്നെയാണ് നിയമസഭയിൽ നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷം തമ്മിലുള്ള ആണെങ്കിൽ തന്നെ ഇപ്പൊ കണക്കുകൾ നിരത്തിയാണ് അദ്ദേഹം എല്ലാ വാദങ്ങളും പ്രതിപക്ഷത്തിനെതിരെ ഉയർത്തുന്നതുള്ളതും ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നലെ KC വേണുഗോപാൽ തന്നെ ഇതുപോലെയുള്ള ധവളപത്രം തയ്യാറാക്കാനുള്ള കണക്കുകൾ ഒരു പ്രൈവറ്റ് ഏജൻസി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സർക്കാരിന് പുറത്തുള്ള ആൾക്കാരെ ഏൽപ്പിക്കുന്നത് സർക്കാരിന്റെ രഹസ്യരേഖകൾ പുറത്തുവിടുന്നതിന് തുല്യമാണെന്ന് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷെ അതിനെതിരെ നമ്മുടെ VD സതീശൻ പറഞ്ഞത് നിയമലംഘനം അല്ലെങ്കിൽ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്, നിങ്ങൾക്ക് 5 വർഷത്തെ പരിചയമാണ് ഈ ധനകാര്യ മന്ത്രാലയത്തിലാണെങ്കിൽ എനിക്ക് 25 വർഷത്തെ പരിചയമുണ്ട്. അങ്ങനെ വളരെ ശക്തമായ രൂക്ഷമായ രീതിയിലുള്ള വാക്പോരായിരുന്നു. ബാലഗോപാലും VD സതീശനും തമ്മിൽ നമ്മളത് കണ്ടിരുന്നു.
അതുപോലെ തന്നെ മറ്റൊരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു വാർത്ത, ഇപ്പം നമുക്കറിയാം ഇലക്ഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് നൽകിയ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTC-നും. അപ്പം അത് സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കുന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം UDF-ന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ഓർഡിനറി മാത്രമായി ചുരുങ്ങും. അന്തിമ തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിലുണ്ടാകും. അപ്പോൾ ഫാസ്റ്റ് പാസഞ്ചർ മുതൽ മുകളിലോട്ടുള്ള ബസ്സുകളിൽ സൗജന്യയാത്ര പ്രായോഗികമല്ലെന്ന് ഇത് സംബന്ധിച്ച് പഠിച്ച KSRTC വിദഗ്ധ സമിതി വിലയിരുത്തി. അതൊരിക്കലും നമ്മളും പറഞ്ഞിരുന്നു, പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല അത്. അപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രമായിരിക്കും ഇനി സ്ത്രീകൾക്ക് സൗജന്യയാത്ര എന്നതും കുറച്ച് കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട ഓർഡിനറി ബസ്സുകളിൽ മാത്രമേ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ദൂരമൊന്നും ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അപ്പം അതിന്റെ ഒരു കാര്യത്തിലും ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അല്ലെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്, സൗജന്യ യാത്ര സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ. കാരണം ഓൾറെഡി അതിപ്പോ നമുക്ക് സൗജന്യയാത്ര നടപ്പിലാക്കുന്നവരുടെ ടിക്കറ്റ് വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടം സർക്കാരിന് വീണ്ടും ഉയരും. അപ്പോൾ ഇതിനായി പ്രതിമാസം 90 മുതൽ 100 കോടി രൂപ വരെ അധികമായി കണ്ടെത്തേണ്ടി വരുമെന്ന് പ്രാഥമിക കണക്ക്. അപ്പം ഒന്നാമത് നഷ്ടത്തിലായിരിക്കുന്ന KSRTC വീണ്ടും ഒരു 90 മുതൽ 100 കോടി കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ ഈ ധവളപത്രത്തിൽ മുൻ സർക്കാരിന്റെ ഖജനാവ് കാലിയാക്കുന്നതിനുള്ള മെയിൻ കാരണമായിട്ടുള്ള പറഞ്ഞിരിക്കുന്നത് KSEB-യും KSRTC-യും വകുപ്പുകളാണ്. അപ്പം ഈ രണ്ട് വകുപ്പുകളും ഓൾറെഡി ഒരു വലിയ ഭാരിച്ച ചുമതല തന്നെയാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഇത് മുന്നും പിന്നും നോക്കാതെ ഇങ്ങനൊരു അല്ലെ വാഗ്ദാനം. കാരണം അവർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതായത് പ്രതിപക്ഷം നേരത്തെ ഭരണപക്ഷത്തിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഈ ശമ്പള പരിഷ്കരണം ഒരു നിർണായകമായിട്ടുള്ളൊരു കാര്യം. ഇപ്പൊ പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരുപാട് രീതിയിൽ ശമ്പള പരിഷ്കരണം കൊടുത്തിരുന്നു. അപ്പം അതൊക്കെ 10 വർഷത്തിൽ ഒരിക്കലാക്കുന്നത് ഏറ്റവും നല്ലൊരു അനുയോജ്യമായിട്ടുള്ള തീരുമാനമായിട്ട് നമുക്ക് പറയാം. ഇനിയിപ്പോ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കാലവർഷം എത്തി 10 വരെ കനത്ത മഴ എന്നുള്ളൊരു വാർത്തയാണ്. അപ്പൊ എന്തായാലും കാലവർഷം എത്തിയിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് കനത്ത മഴയായിരിക്കും. ഇന്ന് തന്നെ രാവിലെ ഇപ്പോൾ 7:30-8 മണിയായി കാണും. ഈ സമയത്ത് തന്നെ വളരെ വലിയ ശക്തമായ രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കാലവർഷം എത്തി എന്നുള്ളത് സത്യം തന്നെയാണ്. എല്ലായിടത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇനി ശക്തമായ മഴ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആൾക്കാർ ജാഗ്രത പാലിക്കുക. അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ ശക്തമായി പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മഴയും കാറ്റും ഇടിമിന്നലും തുടരാം. അപ്പൊ അതും ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും കാറ്റ്. അപ്പം പഴയ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന വേനൽ മഴയല്ല ഇനി മുന്നോട്ടുള്ളത്, ഇനി മഴക്കാലമാണ്. ശക്തമായ മഴയാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കറണ്ട് പോകാനൊക്കെ ഉള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലും അതുപോലെയുള്ള മറ്റ് നിങ്ങളുടെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ചാർജ് ചെയ്ത് വെക്കുക എന്നുള്ളതൊക്കെ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇന്ന് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. എനിക്കൊന്നു വടക്കൻ കേരളത്തിലായിരിക്കും അല്ലേ ശക്തമായ മഴ പെയ്യാൻ സാധ്യത. അതുപോലെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടും. അപ്പം വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പം അപകടം സാധ്യത കൂടുതലാണ്. അപ്പം അതിനനുസരിച്ചുള്ള ജാഗ്രത എല്ലാവരും പാലിക്കണം. ഇനി മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ഇപ്പോൾ കേരള കൗമുദിയിൽ ഇന്ന് നമുക്കറിയാം ജൂൺ 5 പരിസ്ഥിതി ദിനം കൂടിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊരു വെറൈറ്റി ആയിട്ടൊരു കണ്ടന്റാണ് അവർ കൊടുത്തേക്കുന്നത്. പഴയങ്ങാടിപ്പുഴയിലുണ്ട് കണ്ടൽ രാജൻ്റെ സാമ്രാജ്യം. അതായത് 5000-ഓളം തൈകളുള്ള കണ്ടൽ നേഴ്സറി വീടിനോട് ചേർത്ത് നിലനിർത്തുന്ന കണ്ണൂർ പഴയങ്ങാടി സ്വദേശി പാറയിൽ രാജൻ കണ്ടൽക്കാടുകൾക്കായി ജീവിതം ഒഴിഞ്ഞു വെച്ചത് ഇന്നോ ഇന്നലെയോ അല്ല. കാലം കണ്ടൽ രാജൻ എന്ന പേരിൽ സമ്മാനിച്ചു. അതായത് ദാരിദ്ര്യത്തിൽ 5ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു. മത്സ്യത്തൊഴിലാളിയായി അച്ഛൻ്റെ കൂടെ പഴയങ്ങാടിപ്പുഴയിൽ തുഴഞ്ഞ ബാല്യം. കണ്ടൽക്കാടുകൾക്കിടയിൽ മീൻ കൂടുതൽ കിട്ടുമെന്നറിഞ്ഞ് അന്ന് തുടങ്ങിയതാണ് ആ പച്ച കൂടാരത്തോടുള്ള ഇഷ്ടം. അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇതാണ്. കാരണം 5ാം ക്ലാസ്സിലായപ്പോൾ പഠനം നിർത്തി. പക്ഷേ അത് കൂടുതൽ ഉപജീവനത്തിനായിട്ട് മീൻ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അദ്ദേഹം തുടങ്ങിയതാണ്. പക്ഷേ അത് ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. അപ്പം അദ്ദേഹത്തിന് ജപ്തി ഒഴിവായി. പക്ഷേ അതായത് 2018 മകൻ യദുരാജിന്റെ ഉപരിപഠനത്തിന് മകൾ പൂജയുടെ വിവാഹത്തിന് വേണ്ടി കണ്ണൂർ ജില്ലാ ബാങ്കിന്റെ കണ്ണപുരം ശാഖയിൽ നിന്നും 5 ലക്ഷം രൂപ അദ്ദേഹം വായ്പ എടുത്തിരുന്നു. അപ്പൊ വീടും 5.5 സെന്റ് ഭൂമിയും ഈടാക്കി നൽകി. തന്റെ 1.9 ഏക്കർ കണ്ടൽ ഭൂമി വനം വകുപ്പ് ഉടൻ ഏറ്റെടുക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു രാജൻ. പ്രളയവും കോവിഡും ഒന്നിച്ചു വന്നതോടെ അതും അദ്ദേഹത്തിന് അതിനുള്ള തിരിച്ചടവ് മുടങ്ങി. അപ്പൊ പലിശ അടക്കം 9 ലക്ഷമായി അത് വർദ്ധിച്ചു. അപ്പൊ 5.5
അപ്പം കടമെടുത്ത ആ തുകയിൽ നിന്നും ഒരുപാട് 9 ലക്ഷമായി പലിശ അടക്കം കൂടി. അപ്പോൾ കഴിഞ്ഞ മാസം ഒറ്റത്തവണ തീർപ്പാക്കാൻ പദ്ധതിയിലൂടെ പലിശ ഒഴിവാക്കി. പക്ഷേ ഭാര്യ സേതുലക്ഷ്മിയുടെ മകൾ പൂജയുടെ സ്വർണം പണയം വെച്ചാണ് കടം തീർത്തത്. പക്ഷേ അദ്ദേഹം ഒരു ഇത്തരത്തിലെ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികളും അദ്ദേഹം നേരിടുന്നുണ്ട്. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ ഡൽഹിയിലെ പ്രതിഷേധ പാറ്റകൾ മുന്നോട്ട് പിന്തുണയുമായി ഇടത് വിദ്യാർത്ഥി സംഘടനകൾ എന്നുള്ള ഒരു വാർത്തയാണ്. നമുക്കറിയാം കോക്രോച്ച് ജനതാ പാർട്ടിയല്ലേ, അവര് വീണ്ടും ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അവർ ഈ ഇടയ്ക്കൊന്നും നിർത്താൻ ഇനി ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. പിന്തുണച്ച് പ്രശാന്ത് ഭൂഷണും എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. അതായത് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ഒരുങ്ങി പാറ്റകൾ മുന്നോട്ട് തന്നെ. പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ശനിയാഴ്ച ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ പോലീസിന്റെ അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് SFIയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ JEU അഡ്വാൻസ് പരീക്ഷ എഴുതിയ 1.8 ലക്ഷം വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പാസ്വേഡ് ഇല്ലാതെ ലഭ്യമാക്കുന്നത് വലിയ സുരക്ഷാ വീഴ്ചയാണെന്ന് CJP വക്താക്കൾ ആരോപിച്ചു. ക്ലൗഡ് സ്റ്റോറേജിലെ വിദ്യാർത്ഥികളുടെ വിവരങ്ങളിൽ മാറ്റം വരുത്താനാവില്ലെന്നും അത് റീഡ് ഓൺലൈൻ ആണെന്നുമുള്ള IIT റൂർക്കിയുടെ വാദം CJP തള്ളി. മാർക്കിൽ മാറ്റം വരുത്താനാവില്ലാത്തതുകൊണ്ട് സ്വകാര്യത ലംഘിക്കപ്പെടില്ലെന്ന് പറയാനാവില്ലെന്ന് CJP വക്താക്കളായ സൗരവ് ദാസും അശുതോഷ് റാങ്കയും വ്യക്തമാക്കിയെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അവർ പ്രധാനമായിട്ടും പ്രതിഷേധത്തിനായിട്ടുള്ള കാരണമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ മാർക്ക് ഇതിന്റെ വിദ്യാർത്ഥികളുടെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ പാസ്വേഡ് ഇല്ലാതെ ലഭ്യമാക്കുന്നു എന്നുള്ള അതാണ് അവർ പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതിനുള്ള പോലീസ് അനുമതി അവർ കാത്തു നിൽക്കുകയാണ്. എങ്ങനെയാകുമെന്ന് അറിയില്ല അല്ലേ. എന്തായാലും ഭരണപക്ഷം എന്തായാലും നല്ലോണം പേടിച്ചിട്ടുണ്ട് ഇവരുടെ ഒരു വളർച്ചയും പെട്ടെന്നായിരുന്നു അവരുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്. അവര് ഇപ്പോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവരുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഓളം എന്ന് പറയുന്നത് അതിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു പാർട്ടിയായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ചുരുങ്ങിയ കാലയളവിൽ തന്നെ. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇത് ജെനുവിനായിട്ട് വളർന്നു വന്ന ഒരു പാർട്ടിയാണോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടോന്നൊക്കെ നമുക്ക് അറിയില്ല. അപ്പം എങ്ങനെയാണെന്നൊക്കെ ഇനി കലങ്ങി തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ ദീപികയുടെ കുടുംബത്തെ രഹസ്യ സ്ഥലത്തേക്ക് മാറ്റി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും വധഭീഷണി ഉണ്ട് എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതൊരു നല്ല തുടക്കമാണെങ്കിൽ തന്നെയും ഇതിന് ഒരുപാട് റിസ്ക് എലമെന്റ്സും ഒരുപാട് ഉണ്ടെന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ മുറിയിൽ വെള്ളക്കെട്ട്, പരാധീനകൾ ഒഴിയാതെ വലഞ്ഞ പാവം രോഗികൾ. ഇപ്പം നമുക്കറിയാം കോട്ടയത്ത് ആധുനിക കെട്ടിടങ്ങൾ ഉയരുമ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജിൽ പരാധീനകൾ വിട്ടൊഴിയുന്നില്ല. നിരവധി ക്യാൻസർ രോഗികൾ ആശ്രയിക്കുന്ന റേഡിയേഷൻ്റെ റൂമിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. രോഗി തെന്നി വീഴുകയും ചെയ്തു. അതുപോലെ തന്നെ പുതിയ സർജിക്കൽ ബ്ലോക്കിൽ വെള്ളമില്ലാതിരുന്നതിനെ തുടർന്ന് നിരവധി തവണ ശസ്ത്രക്രിയ മുടങ്ങിയിരുന്നു. അപ്പം കെട്ടിടം തകർച്ച, ചോർച്ച, മെഷീൻ തകർച്ച എന്നിങ്ങനെ ദുരിതങ്ങൾ ഏറെയാണ്. അപ്പം ഇത് വലിയൊരു രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ്. കാരണം നമ്മൾ ആരോഗ്യ മേഖലയിൽ വലിയ പുരോഗതി കൈവരിച്ചുവെന്ന് അതായത് പിണറായി സർക്കാർ അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു ഇലക്ഷൻ സമയത്ത് UDF അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മേഖലയെന്ന് പറയുന്നത് ആരോഗ്യ മേഖല തന്നെയായിരിക്കും. കാരണം അവിടെ വികസനം ഉണ്ടെന്ന് പറയുന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള നടപടികളും കാണുന്നില്ല. ഇപ്പം ഒരുപാട് കെട്ടിടങ്ങളോ കാര്യങ്ങളോ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് മാത്രമല്ല കെട്ടിടങ്ങളും വലിയ ഉപകരണങ്ങളും വന്നിട്ട് കാര്യമില്ല. കാരണം ഈ വെള്ളച്ചോർച്ച പോലെയുള്ള നിസ്സാര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ രോഗികൾ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കെട്ടിടങ്ങൾ വരുത്തി ഉപകരണങ്ങൾ വെച്ച് രോഗിയെ സുഖപ്പെടുത്തിയാലും ഇതുപോലെ ഒരു വെള്ളച്ചോർച്ച മതി അത് തെന്നി വീണ രോഗി മരിച്ചു പോകാൻ. അപ്പോൾ ചില മേഖലകളെ പരിഗണിക്കുന്നില്ല എന്നുള്ളതിന് തെളിവാണ്. ഇപ്പം വലിയ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്, പക്ഷെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പം എന്തായാലും അതായത് നിങ്ങൾ കോടികൾ മുടക്കി വലിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇതുപോലെയുള്ള നല്ല സീലിംഗ് ഇടുക അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സീലിംഗ് ഇടുക പോലുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിന് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം കഴിഞ്ഞ 1-ാം തീയതിയാണ് തകരാറിലായ റേഡിയേഷൻ മെഷീൻ നന്നാക്കി രോഗികൾക്ക് ചികിത്സ നൽകി തുടങ്ങിയത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയായി 1.2 കോടി രൂപ അടച്ചെങ്കിൽ മാത്രമേ തകരാർ പരിഹരിക്കുകയുള്ളൂ എന്നാണ് കമ്പനി അധികൃതർ പറഞ്ഞത്. അപ്പോൾ 1-ാം തീയതി മെഷീൻ നന്നാക്കി രോഗികൾക്ക് ചികിത്സ നൽകിയതാണ്. പക്ഷെ അത് വീണ്ടും തകരാറിലായി. അപ്പം അത് നമ്മുടെ ആരോഗ്യ മേഖലയിലൂടെ എന്തുതരം നന്നാക്കലായിരുന്നു നമ്മൾ ആലോചിക്കണം.
അപ്പോൾ പ്രതിദിനം 130 രോഗികളാണ് റേഡിയേഷന് വിധേയമാകുന്നത്. അപ്പം രോഗികളുടെ നമുക്കറിയാം സാധാരണക്കാരായിരിക്കും കൂടുതൽ. ക്യാൻസർ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഒരുപാട് പൈസ ചെലവുള്ളതാണ്. അപ്പം അവരൊക്കെ സർക്കാർ ആശുപത്രികളെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. അപ്പം അത്തരത്തിൽ അവരോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയായിട്ട് തന്നെ നമുക്കിത് പറയാം. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷണത്തിന് ശുപാർശ എന്നുള്ളതാണ്. അതായത് കണ്ണൂരിലെ മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBIക്ക് വിടാൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. മകൾ നിരഞ്ജനയ്ക്ക് റവന്യൂ വകുപ്പിൽ ആശ്രിത നിയമനം നൽകാനും മന്ത്രിസഭ അറിയിച്ചിട്ടുണ്ട്. ഭാര്യ മഞ്ജുഷ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും CBIക്ക് വിടാനാണ് അന്വേഷണം. അതായത് കുറെ നാളായിട്ട് ആ പോരാട്ടം നടക്കുകയാണ്, CBI അന്വേഷിക്കണം എന്ന തരത്തിൽ. അപ്പൊ എന്തായാലും ഇത് വളരെ ഒരു കുഴഞ്ഞൊരു കേസ് തന്നെയായിരുന്നു അല്ലേ. ഇത് ഇപ്പൊ സന്ധ്യ എന്ന് പറയുന്ന ആ MLAയുടെ ഇതുകൊണ്ടാണോ അദ്ദേഹം മരിച്ചത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് കൃത്യമായൊരു വിവരം കിട്ടിയിട്ടില്ല. അപ്പം നിയമപരമായിട്ട് നമുക്ക് അതിന് കൃത്യമായൊരു വിവരം ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ അതിന് കാരണക്കാരായുള്ളവരെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ ഒരു നിരപരാധിയെ നമുക്ക് രക്ഷപ്പെടുത്താനും സാധിക്കും. അപ്പൊ അതിന് CBI പോലെയുള്ള ഒരു കേന്ദ്ര ഏജൻസി തന്നെ, എത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള കേന്ദ്ര ഏജൻസി തന്നെ വരണമെന്നുള്ളത് അല്ലെ വളരെ നല്ല കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് കന്നുകാലി ക്ഷാമം രൂക്ഷം, ഇറച്ചിക്കടകൾ അടച്ചിടും. അതായത് കന്നുകാലി ലഭ്യത കുത്തനെ ഇടിഞ്ഞതോടെ ജില്ലയിലെ ഇറച്ചി വ്യാപാര മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക്. അപ്പോൾ പോത്തിൻ്റെയും കാളയുടെയും വരവ് 4-1 കുറഞ്ഞതാണ് തിരിച്ചടിയായത്. ഈ സാഹചര്യത്തിൽ 6-നും 7-നും കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ ഇറച്ചിക്കടകൾ അടച്ചിടാനാണ് മീറ്റ് ഇൻഡസ്ട്രീസ് വെൽഫെയർ അസോസിയേഷൻ്റെ തീരുമാനം. അപ്പം 6-നും 7-നും കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഇറച്ചിക്കടകൾ അടച്ചിടും. അപ്പം ഇവരുടെ ഈ കന്നുകാലികളുടെ വരവ് വലിയ രീതിയിൽ കുറഞ്ഞതോടെയാണ് ഇത്തരത്തിൽ ലഭ്യത കുറഞ്ഞത്. അപ്പോൾ വീണ്ടും വില കുതിക്കുകയാണ്. അതായത് ലഭ്യത കുറഞ്ഞതോടെ ഇറച്ചി വില കുത്തനെ ഉയർന്നു. ജില്ലയിൽ പല ഭാഗങ്ങളിലും പോത്തിറച്ചിക്ക് 500 രൂപയും കാളയിറച്ചിക്ക് 440 മുതൽ 460 രൂപയുമാണ് വില. വലിയ രീതിയിലുള്ള വലിയൊരു വിലക്കയറ്റം. 500 രൂപ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു വിലക്കയറ്റമായി പോയി. അതെന്തായാലും ഇപ്പൊ തന്നെ നമുക്ക് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവശ്യ വസ്തുക്കളുടെ എല്ലാം വില ഇങ്ങനെ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാലിന് വലിയ രീതിയിൽ കൂടി, ചായക്ക് വില കൂടുമെന്നുള്ള വാർത്തകൾ വരുന്നു. ഇപ്പൊ ഇറച്ചിക്ക് വലിയ രീതിയിൽ കൂടി, ഇനിയിപ്പോ പച്ചക്കറിക്കും കൂടെ കൂടാവുള്ളൂ. അതെ, ഇപ്പം അതുപോലെ പെട്രോള്, എല്ലാത്തിന്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിന് എന്താണ് ഒരു പരിഹാരം എന്നുള്ളത് സർക്കാരിന് മാത്രമേ കണ്ടെത്താൻ കഴിയൂ. തീർച്ചയായും. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് US പ്രതിരോധ കരാറിന്റെ പേരിൽ തട്ടിപ്പ്, കറക്കു കമ്പനിക്ക് റഫാൽ ഇടപാടിലും സുപ്രധാന പങ്കെന്ന അവകാശവാദം എന്നുള്ളതാണ്. അതായത് വ്യാജ US പ്രതിരോധ കരാറിന്റെ പേരിൽ മലയാളികൾ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ കൊല്ലം സ്വദേശി വെങ്കിട്ട് നിക്ഷേപകരുടെ വിശ്വാസം പഠിച്ചുപറ്റാനായി പയറ്റിയ വിവിധ തന്ത്രങ്ങൾ നോക്കിയാൽ തട്ടിപ്പ് നടത്തിയ VPVV ടെക്നോ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ചെയർമാനാണ് ഇയാൾ. ചെയർമാന് IT, ഊർജ്ജ, പ്രതിരോധ മേഖലകളിൽ 34 വർഷത്തെ പരിചയമുണ്ടെന്നും രാജ്യത്തെ പ്രധാന കോർപ്പറേറ്റ് വ്യവസായ സ്ഥാപനങ്ങളിൽ മാനേജ്മെന്റ് തലത്തിൽ ദീർഘകാലം പ്രവർത്തിച്ചതായും സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ അവകാശപ്പെടുന്നു. റാഫേൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ചെന്ന വ്യാജ അവകാശവാദവും ഉണ്ട്. അപ്പം തട്ടിപ്പൊക്കെ ഇപ്പൊ വേറെ ലെവലിലാണ്. ഇപ്പൊ അത് US പ്രതിരോധ കരാറുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. ഇന്ത്യ റാഫേൽ വാങ്ങിച്ചത് ഇയാളോട് ചോദിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് വലിയ നല്ല തള്ളിയിട്ടാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പം എന്തായാലും അതിൽ വീഴാൻ സാധ്യതയാണ് കൂടുതലല്ലേ. ആൾക്കാരത് കേൾക്കുമ്പോഴേ വീഴും. കാരണം നമുക്കറിയാം ഈ പ്രതിരോധ മേഖല എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമുക്ക് ലാഭം തരുന്ന മേഖലയാണ്. അധികം നഷ്ടമൊന്നും പണം നിക്ഷേപിച്ചാൽ അധികം അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ ആ ഒരു ഇത് മുതലെടുത്താണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. എന്തായാലും പെട്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. ഇനിയിപ്പോൾ വലിയ തിരിച്ചുവരവ് ഉണ്ടാവില്ല പുള്ളിക്ക്. നല്ല രീതിയിലുള്ള ശക്തമായ നിയമ നടപടികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരും. കാരണം ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ആർമി അതുപോലെയുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതൊന്നും വെച്ച് കളിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പണിയായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. ഇനി മറ്റൊരു വാർത്ത നമ്മൾ പറഞ്ഞു പരിസ്ഥിതി ദിനമാണെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു കൗതുകരമായ വാർത്തയാണ് ചെടികളാണ് കുഞ്ഞു ദേവികയുടെ ബെസ്റ്റീസ്. അതായത് 5ാം ക്ലാസ്സുകാരി ദേവികയുടെ കൂട്ടുകാർ ചെടികളാണ്. സ്കൂളിൽ പോകുന്ന വഴിക്കും മറ്റും കിട്ടുന്ന വിത്തുകൾ ശേഖരിച്ച് മുളപ്പിക്കുന്നതാണ് പുള്ളിക്കാരിയുടെ പ്രധാന ഹോബി. അപ്പം 6 സെൻറ്റ് വീട്ടുവളപ്പിൽ 3 സെൻറ്റിൽ നിറയെ
വിവിധ ഇനം ചെടികൾ നിറഞ്ഞു. അപ്പോൾ 1-ാം ക്ലാസ്സിൽ പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ നട്ടതിൽ ബാക്കി വന്ന ചെടികൾ ചോദിച്ചു വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നട്ടാണ് തുടക്കം. അന്ന് തുടങ്ങിയ തൈനടൽ ഇപ്പോൾ നാട്ടിലെങ്ങും വ്യാപിച്ചു. അപ്പോൾ 6000-ഓളം വിത്തുകളാണ് ഇതുവരെ വിതറിയത്. അപ്പം റോഡരികിലും സർക്കാർ ഓഫീസുകളിലും സ്കൂളിലും ദേവാലയങ്ങളിലുമായി നട്ടത് 727 വൃക്ഷത്തൈകൾ. അപ്പം അതൊരു കൗതുകം. അതായത് ആ കുട്ടി കുഞ്ഞായിട്ട് പോലും 5-ാം ക്ലാസ്സുകാരിയാണ്. അപ്പം 1-ാം ക്ലാസ്സിൽ തൊട്ട് ഇത്തരത്തിലുള്ള ചെടികളോട് ഒരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പോൾ 1-ാം ക്ലാസ്സിലെ പരിസ്ഥിതി ദിനത്തിൽ നമുക്കറിയാം സ്കൂളിൽ നിന്ന് വിത്തുകൾ കിട്ടും. അതിൽ നിന്നും ബാക്കി വന്നതെല്ലാം ചോദിച്ച് കൊണ്ടുപോയി നട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കുട്ടിയെ കൊണ്ടാവുന്ന രീതിയിൽ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട്, കാരണം ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടായിരിക്കും, താല്പര്യങ്ങളുണ്ടായിരിക്കും. അപ്പം ഇത്തരത്തിൽ ഈ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 1-ാം ക്ലാസ് തൊട്ട് തന്നെ ഇങ്ങനെ ചെടിയോട് ക്രേസ് തോന്നുക, അത് വളർത്താൻ, അതൊക്കെ വലിയ സപ്പോർട്ട് ചെയ്ത രക്ഷിതാക്കൾക്കും അഭിനന്ദനം അർഹിക്കുന്നു. 727 വൃക്ഷത്തൈകളാണ് ഇതുവരെ നട്ടത്. അത് ചെറിയ കാര്യമല്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മൾ പശ്ചിമേഷ്യൻ യുദ്ധം നമുക്കറിയാം. അപ്പം അതിൻ്റെ ഒരു ട്രംപിൻ്റെ നിർണായകമായിട്ടുള്ള നടപടികളാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് വിഷയമായിട്ട് നിൽക്കുന്നത്. അപ്പം വടിയെടുത്ത് ജനപ്രതിനിധി സഭ ട്രംപെ യുദ്ധം നിർത്തിക്കും. അപ്പം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ, അമേരിക്കൻ ജനതയ്ക്കിടയിൽ തന്നെ ട്രംപിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, ജനങ്ങൾക്ക് മാത്രമല്ല സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ട്രംപ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം യുദ്ധം നിർത്തണം, ഇറാനെതിരെ ഇനി ആക്രമണം പാടില്ല, കോൺഗ്രസിൻ്റെ അനുമതി ഇല്ലാത്തതിനാൽ സൈന്യത്തെ പിൻവലിക്കണം, ഇക്കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന യുദ്ധാധികാര പ്രമേയം US ജനപ്രതിനിധി സഭയിൽ പാസ്സായത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത തിരിച്ചടിയായി മാറി. അപ്പം ജനങ്ങൾ, പാർട്ടിക്കാർ തന്നെ ഇതിനെതിരെ കടുത്ത നടപടികളുമായിട്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം ഇത് മുന്നോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ തന്നെ എന്തുമാത്രം പ്രതിസന്ധികളാണ് നേരിടുന്നത്. അപ്പം അവിടുത്തെ ജനങ്ങളുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇത്രയും വിലക്കയറ്റം കാര്യങ്ങൾ നേരിടുമ്പോൾ അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് അവിടുത്തെ അമേരിക്കൻ ജനതയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ട്രംപിനെതിരെ വിമർശനങ്ങളും കാര്യങ്ങളും ഉയരുകയാണെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം എന്താണേലും ഇനിയെങ്കിലും ട്രംപിനൊരു ബുദ്ധി തോന്നി കുറച്ചെങ്കിലും പക്വതയുള്ള നടപടികൾ എടുക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ട്രംപ് ഇപ്പോൾ ഒരു ഇസ്രായേലിന്റെ ഒരു പപ്പറ്റ് മാത്രമായി മാറിയിരിക്കുകയാണ്. നെതന്യാഹുവിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ട്രംപിനെ ഉപയോഗിക്കുന്നത്, അത് ട്രംപിന്റെ എന്തോ നല്ല കാര്യം നെതന്യാഹുവിന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കില്ല. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സ്പോർട്സ് ന്യൂസ് ആണ്. സ്പോർട്സ് ന്യൂസിൽ ലോകകപ്പ് വിശേഷങ്ങളാണ്. IPLന്റെ ആരാവങ്ങളെല്ലാം നമ്മൾ തീർന്നു. ഇനിയിപ്പോൾ ലോകകപ്പിനായിട്ടാണ് നമ്മുടെ ലോകവും നമ്മുടെ കേരളവും ഒക്കെ കാത്തിരിക്കുന്നത്. നമ്മുടെ ലോകകപ്പിനായിട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ മെസ്സിയുമായിട്ടുള്ള ഒരു അഭിമുഖം പോലെ ഒരു സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത് മാതൃഭൂമിയിൽ. തീർന്നിട്ടില്ല ഞങ്ങളുടെ വിജയദാഹം എന്നാണ് അതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിഹാസ ഫുട്ബോളർ ലയണൽ മെസ്സിയുടെ 6ാം ലോകകപ്പാണിത്. കരിയറിൻ്റെ അവസാന പാദത്തിലേക്ക് കടന്ന അർജന്റീന നായകന് മറ്റൊരു കിരീടത്തോടെ വിടവാങ്ങാനാകുമോ എന്ന ഒരു ചോദ്യം ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം 2022 ഡിസംബർ 18 താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുള്ള ദിവസമായിരുന്നു എന്ന് അതിൻ്റെ ലേഖകൻ ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയുന്നത്, എനിക്ക് മാത്രമല്ല ഞങ്ങൾ അർജന്റീനക്കാർക്കെല്ലാം ജീവിതത്തിലെ ഒരു പ്രധാന ദിവസം തന്നെയാണ്. തീർച്ചയായും എനിക്കും ടീമംഗങ്ങൾക്കും അത്രമേൽ പ്രിയപ്പെട്ട ഒരു ദിവസമായിരുന്നു. 1986 ശേഷം ഒരു ലോകകപ്പ് നേടാൻ ഓരോ തവണയും ഞങ്ങൾ ആവുന്നതെല്ലാം ചെയ്തെങ്കിലും വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു. എന്നാലും ഖത്തറിലെ ലോകകപ്പിൽ വെച്ച് ഞങ്ങൾക്ക് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വാർത്ത, ഒരു വളരെ സന്തോഷകരമായിട്ടൊരു മറുപടി അദ്ദേഹം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കളുടെ നേതൃത്വത്തിൽ ലോകകപ്പ് അർജന്റീന ഒരിക്കൽ കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പം ഇക്കുറി നിലവിലത്തെ ചാമ്പ്യന്മാരെന്ന മേൽവിലാസമുണ്ട്. അത് പ്രത്യേക ഒരു സമ്മർദ്ദം ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുന്നത് എന്നെ സംബന്ധിച്ച് എക്കാലവും അഭിമാനമാണ്. രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന ഓരോ നിമിഷവും സന്തോഷകരമാണ്. പക്ഷേ കളിക്കളത്തിൽ എപ്പോഴും കഴിവിൻ്റെ പരമാവധി നൽകാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. സമീപകാലത്തെ വിജയങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കില്ല. ഞങ്ങൾ പുതിയൊരു തുടക്കമാണെന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് നൽകുന്നത്. അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഭിമുഖം തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ മാതൃഭൂമി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ദിവസവും ഓരോ താരങ്ങളുടെ അഭിമുഖങ്ങൾ കൊടുക്കുമെന്നുള്ളത്. അതെ, ഇപ്പൊ എന്തായാലും തുടങ്ങിയിരിക്കുന്നത് ലയണൽ മെസ്സിയിൽ നിന്നാണ്. ഓൾറെഡി കോൺഫിഡൻസിൽ, അതെ, നല്ല പ്രതീക്ഷയോടെയാണ് അദ്ദേഹം ഈ കളത്തിൽ ഇറങ്ങുന്നത്. എന്തായാലും ബാംഗ്ലൂരു കഴിഞ്ഞ IPL കപ്പ് നിലനിർത്തിയതുപോലെ അങ്ങനെ ഒരു വാർത്തയും വന്നിരുന്നു. അതായത് 2 തവണ കപ്പ് കിട്ടിയത് കൊണ്ട് ഇനി അർജന്റീനയ്ക്ക് ലോകകപ്പ് കിട്ടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഉണ്ടാവട്ടെ, നോക്കാം.
ഇനി മറ്റൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം IPL കഴിഞ്ഞു, ഇനിയിപ്പം ക്രിക്കറ്റിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യ അഫ്ഗാൻ ടെസ്റ്റ് നാളെ മുതൽ തുടങ്ങുകയാണ്. അപ്പം IPLന്റെ ആരവങ്ങൾ അലയടങ്ങുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടെസ്റ്റ് മത്സരത്തിൽ വെള്ളക്കുപ്പായത്തിൽ ഇറങ്ങുന്നു. അപ്പം അഫ്ഗാനിസ്ഥാനുമായുള്ള മത്സരം നാളെ തുടങ്ങിയാണ്. അപ്പോൾ 2018 നടന്ന ഏക ടെസ്റ്റിൽ അജിങ്ക്യ രഹാനെയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ഇന്നിങ്സിനും 262 റൺസിനും ജയിച്ചിരുന്നു. ടെസ്റ്റ് ഫോർമാറ്റിൽ അഫ്ഗാന്റെ അരങ്ങേറ്റം മത്സരം കൂടിയായിരുന്നു അത്. ഇതുവരെ 12 മത്സരങ്ങൾ മാത്രമാണ് അഫ്ഗാൻ കളിച്ചിട്ടുള്ളത്. അതിൽ 4 മത്സരങ്ങൾ വിജയിച്ചിട്ടുമുണ്ട്. അപ്പം ഗില്ലിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം മത്സരത്തിനായി എത്തുമ്പോൾ KL രാഹുലാണ് വൈസ് ക്യാപ്റ്റൻ. അപ്പം ജയ്സ്വാൾ, സായി സുദർശൻ, ദേവദത്ത് പടിക്കൽ, വാഷിംഗ്ടൺ സുന്ദർ, ഋഷഭ് പന്ത്, ധ്രുവ് ജുറേൽ, മുഹമ്മദ് സിറാജ്, കുൽദീപ്, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവർക്കൊപ്പം എന്നിവരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റെഡിയായിട്ട് നിൽക്കുന്നത്. അപ്പം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഗില്ലിന്റെ നേതൃത്വത്തിലാണ്. അപ്പം രാഹുലാണ് വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നത്. അപ്പം നോക്കാം എന്തായിരിക്കും. ഇപ്പം IPL ആണെങ്കിലും ഗില്ല് മികച്ച ഫോമിലായിരുന്നു. പക്ഷെ ഗുജറാത്തിന്റെ അവസാന മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം കുറച്ചൊന്ന് ഇതായത്. അതിന് മുമ്പുള്ള മത്സരത്തിൽ സെഞ്ചുറി അടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എന്താണെങ്കിലും അഫ്ഗാനിസ്ഥാനെതിരായിട്ടുള്ള മത്സരത്തിന് ഒരുങ്ങുകയാണ് ടെസ്റ്റിന്. IPL മത്സരം പോലെ അല്ലേ ടെസ്റ്റ് മത്സരം, അതിന് വേറൊരു രീതിയിലുള്ള കളിയാണ് വേണ്ടത്. അപ്പം അതിന് ചിലപ്പോൾ എങ്ങനെയാണ് ഗില്ലിന് ഓൾറെഡി തന്നെ ഒരുപാട് സ്വാധീനമുണ്ട്, അദ്ദേഹത്തെ കൂടുതൽ പിന്തുണയ്ക്കുന്നുള്ള ഒരു രീതിയിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. കാരണം അതായത് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ടീമിനെ, അതായത് വേൾഡ് കപ്പ്, T20 അങ്ങനെയുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കളിയിലാണെങ്കിൽ പോലും സഞ്ജു ആണ് കൂടുതൽ മികച്ച പ്രകടനം, നിർണായകമായ പ്രകടനങ്ങൾ അദ്ദേഹമാണ് പുറത്തെടുത്തത്. പക്ഷേ ഇപ്പൊ സൂര്യകുമാർ യാദവ് ആണെങ്കിൽ നമുക്കറിയാം ഇന്ത്യൻ ക്യാപ്റ്റനാണ്. പക്ഷെ അദ്ദേഹം അതിൽ പോലും മികച്ച രീതിയിൽ ഫോമിലായിരുന്നില്ല. അപ്പം എങ്ങനെയാണ് ഇനി ഈ ടെസ്റ്റിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രകടനമെന്ന് ആരാധകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും അവസാനമായിട്ട് നമുക്ക് ബിസിനസ് വാർത്തകളും കൂടി നോക്കാം. അതായത് ബിസിനസ് വാർത്തകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 85% എഥനോൾ കലർത്തി ഇന്ധനമായിട്ട്, അല്ലെങ്കിൽ 85% എഥനോളുമായിട്ട് ഇന്ധനം വരുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ഈ വർഷം 500 പമ്പുകൾ ഇത്തരത്തിൽ സജ്ജമാകുമെന്നാണ്. രാജ്യത്ത് 85% എഥനോൾ ചേർത്ത ഇന്ധനം ഉടൻ ലഭ്യമായി തുടങ്ങുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായി ഇത് വ്യാപകമാക്കാനാണ് പദ്ധതി. തുടക്കത്തിൽ ഡൽഹി പോലെയുള്ള മുംബൈ, പൂനെ, നാസിക് പോലെയുള്ള മേഖലകളിലായിരിക്കും വരിക. ഡിസംബറോടെ 500 പമ്പുകളാണ് സജ്ജമാക്കുക. 2027 അവസാനത്തോടെ ഇത് 5000 ആക്കി ഉയർത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 100% എഥനോൾ ഉപയോഗിച്ച് ഓടാൻ കഴിയുന്ന വാഹനം ഇപ്പോൾ മാരുതി സുസുക്കി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ തന്നെ 85% എഥനോൾ ഇന്ധനമായി വരുന്നു എന്ന് പറയുമ്പോൾ പെട്രോൾ പതുക്കെ അല്ലെ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. ഇനിയിപ്പോൾ എഥനോൾ ആണോ ഭാവിയിലെ ഇന്ധനം എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. വില കാരണം ആളുകൾക്ക് വെളിയിലിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് വാഹനം ഓടിക്കുന്നവർക്ക്. ഇപ്പൊ വെളിയിൽ ഇറങ്ങുന്നത് തന്നെ വളരെ ചെലവേറിയ ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഭയങ്കര രീതിയിൽ, അതായത് ഇരുചക്ര വാഹനങ്ങളും കാറുകളും വലിയ രീതിയിലാണ്, ആളുകളെക്കാൾ കൂടുതലാണെന്നുള്ള തരത്തിലും വാർത്തകൾ ഉണ്ടായിരുന്നു. കാരണം ഒരു വീട്ടിൽ തന്നെ 3ഉം 4ഉം അല്ലെ കാറുകൾ ഉണ്ടാവുമ്പോൾ എന്തായാലും അപ്പം 100% എഥനോൾ കലർത്തുന്ന അല്ലെങ്കിൽ കലർത്തിയ കാറുകൾ വരുന്നു എന്ന് പറയുമ്പോൾ പെട്രോൾ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. അപ്പം ഇലക്ട്രിസിറ്റിയോടൊപ്പം തന്നെ ഇനി എഥനോൾ വാഹനങ്ങളായിരിക്കും ഇനി കൂടുതലായിട്ടും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും കണ്ടറിയാം ഭാവി എങ്ങോട്ടാണെന്നല്ലേ. അപ്പം നമ്മളിന്ന് എല്ലാ അത്യാവശ്യമായ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നാളെ എന്തായാലും നാളത്തെ പ്രധാന വാർത്തകളുമായിട്ട് വീണ്ടും കാണാം.